യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ഇറാനിൽ കനത്ത നഷ്ടങ്ങൾ സംഭവിക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലും അമേരിക്കക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മുൻ US പ്രതിരോധ സെക്രട്ടറിയുടെ സീനിയർ അഡ്വൈസറും മുൻ കേണലുമായ ഡഗ്ലസ് മക്ഗ്രഗോറിന്റെ നിരീക്ഷണ പ്രകാരം അമേരിക്കൻ സൈനിക ശേഷിക്ക് വലിയ പോരായ്മകളുണ്ടെന്നാണ് പറയുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സൈനിക നീക്കം ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ദീർഘകാലം നീളുന്ന ഒരു യുദ്ധത്തിന് ആവശ്യമായ മിസൈലുകളോ ലോജിസ്റ്റിക് സംവിധാനങ്ങളോ നിലവിൽ അമേരിക്കയുടെ പക്കലില്ല. യുക്രൈന് വലിയ അളവിൽ മിസൈലുകൾ നൽകിയത് US ആയുധ ശേഖരത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഏതാനും $1000 മാത്രം വില വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഗൾഫ് മേഖലയിലെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ തച്ചു തകർക്കുന്നത്. തുർക്കിയയിലെ ഇൻസർലിക് ഉൾപ്പെടെയുള്ള മിക്ക അമേരിക്കൻ താവളങ്ങളും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പ്രവർത്തനരഹിതമായി കഴിഞ്ഞു. അമേരിക്കൻ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ ചിരകാല വൈരികളായ റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകിയാൽ അത് ആഗോളതലത്തിൽ തന്നെ പുതിയ സൈനിക സാമ്പത്തിക സഖ്യങ്ങൾക്ക് വഴിതെളിച്ചേക്കും. പരമ്പരാഗത യുദ്ധത്തിലൂടെ ഇറാനെ കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇസ്രായേൽ കുറഞ്ഞ അളവിൽ റേഡിയേഷൻ പുറത്തുവിടുന്ന ആണവായുധങ്ങൾ പ്രയോഗിച്ചേക്കുമെന്ന ഭയാനകമായ സൂചനയും മക്ഗ്രഗോർ നൽകുന്നുണ്ട്. അഴിമതി നിറഞ്ഞ അമേരിക്കൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഇസ്രായേൽ ലോബിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണെന്നും മക്ഗ്രഗോർ നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. സ്വന്തം സൈനികരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് അമേരിക്ക ഇത്തരം സൈനിക സാഹസങ്ങൾക്ക് മുതിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം തുടങ്ങിയവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇറാന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ദീർഘകാലം തുടരാൻ അമേരിക്കക്കാവില്ല.